വചനം പെയ്തിറങ്ങും ഈ മണൽപ്പരപ്പിൽ യേശുവിൻ സാക്ഷികൾ നിരന്നണിയായി ലോകം മുഴുവനും ദൈവസ്നേഹം നിറയ്ക്കാം ഒരു ജനതയാം. വചനം പെയ്തിറങ്ങും ഈ മണൽപ്പരപ്പിൽ യേശുവിൻ സാക്ഷികൾ നിരന്നണിയായി ലോകം മുഴുവനും ദൈവസ്നേഹം നിറയ്ക്കാം ഒരു ജനതയാം. പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾ വർഷം തോറും കാത്തിരിക്കും മാരാമൻ കൺവെൻഷൻ നൽകും ആത്മസന്തോഷം നുകരാൻ. പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾ വർഷം തോറും കാത്തിരിക്കും മാരാമൻ കൺവെൻഷൻ നൽകും ആത്മസന്തോഷം നുകരാൻ. Today our devotion is based on the book of Exodus, chapter 3, verses from 1 to 6. നമ്മുടെ ഈ സന്ധ്യയിലെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. Let us listen to the word of God. നമുക്ക് ദൈവവചനത്തിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Moses is one of the most important person in the Bible. വേദപുസ്തകത്തിലെ വളരെ പ്രസക്തനായിട്ടും പ്രധാനപ്പെട്ടതുമായ ഒരു വ്യക്തിത്വമാണ് മോശ. Moses is always venerated as the teacher, the lawgiver. ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകനായി ന്യായപ്രമാണം നമുക്ക് നൽകപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച ആളെന്ന നിലയിലാണ് മോശയെ നാം എപ്പോഴും മനസ്സിലാക്കുക. Moses is affectionately remembered that he is the author of the basic of the Bible, Torah, the first 5 books. പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും മോശ അധികം പ്രസക്തനാണ്. Even Jesus Christ, when he came into this world, he claimed that he came to fulfill the laws of Moses. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോഴും നമ്മുടെ കർത്താവും പറയുന്നു, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് എന്നാണ്. The impact of Moses can be felt not only in Jewish religion but in the whole world. യഹൂദ മതത്തിൽ മാത്രമല്ല ഈ ലോകത്തിലാകമാനവും മോശ എല്ലാ കാലത്തും പ്രസക്തനാണ്. The epoch-making event which completely transformed Moses, we read in the story of the burning bush. ഈ മുൾപടർപ്പിൻ്റെ അഗ്നിപടർപ്പിൻ്റെ ഈ വലിയ അനുഭവത്തിലൂടെയാണ്, ഈ വലിയ മഹത്തരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ദൈവം മോശയെ വിളിക്കുന്നത് എന്ന് നാം പഠിക്കുന്നുണ്ട്. Moses was looking after the flocks of his father-in-law Jethro in Midian. മിദ്യാനിലെ തൻ്റെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മോശ. He is a fugitive, a runaway slave in Midian. മിദ്യാനിൽ നിന്ന് ഓടിപ്പോയ ഒരു അടിമയായിരുന്നു മോശ. And when he led his flock towards the west side of the desert, he came to Horeb. അവൻ മരുഭൂമിയിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഹോരേബിൽ എത്തിച്ചേരുന്നത്. Traditions, sages say that of the many sheep in his flock, one left, and so he came in search of that last sheep. He came a long way to the edge of Midian, to the hill of Horeb. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടി ഉള്ള യാത്രയാണ് മോശയെ ഹോരേബോളം കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. And when he arrived at Horeb, the angel of the Lord appeared, the flame of fire in a burning bush. അവൻ ഹോരേബിലെത്തിയപ്പോൾ ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനാവുകയാണ്. മുൾപടർപ്പിലൂടെ ഉണ്ടാകുന്ന അഗ്നിജ്വാലയിലൂടെ ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനാവുകയാണ്. Moses was looking at the bush. മോശ കത്തുന്ന മുൾപടർപ്പിനെ നോക്കുകയാണ്. The bush was burning. ഈ മുൾപടർപ്പ് കത്തുകയാണ്. But the bush was not consumed. എന്നാൽ കത്തുന്ന മുൾപടർപ്പ് വെന്തെരിഞ്ഞു പോകുന്നില്ല എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. Moses was looking at it for a long time.
അവൻ വളരെ സമയമെടുത്ത് ഈ മുൾപ്പടർപ്പിനെ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. It was impossible for him to bypass this scene. ഈ കാഴ്ചയെ, ഈ മഹത്തരമായ കാഴ്ചയെ മറികടന്നു പോകുവാൻ തക്കവണ്ണം മോശയ്ക്ക് കഴിയുന്നില്ല. അത്രമാത്രം മോശയുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുകയാണ് ഈ കാഴ്ച. And when he drew near to the bush, ഈ മുൾപ്പടർപ്പിന്റെ അടുത്തേക്ക് അവൻ എത്തിച്ചേർന്നപ്പോൾ a voice started coming from the bush. ആ മുൾപ്പടർപ്പിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നത് മോശ കേൾക്കുകയാണ്. God is speaking to Moses. ദൈവം മോശയോട് ഈ മുൾപ്പടർപ്പിലൂടെ സംസാരിക്കുന്നു. God is saying to Moses, 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 do not draw near. ഈ മോശയോട് പറയുകയാണ്, മോശയെ നീ ഭ്രമിക്കേണ്ട എന്ന് ദൈവം മോശയോട് പറയുന്നു. You have to remove your sandals because you are standing on a holy ground. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് ദൈവം മോശയോട് പറയുന്നു. And then God begins to say, I am the God of your fathers, Father Abraham, Isaac and Jacob. എന്നതിന് ശേഷം ദൈവം മോശയോട് പറയുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ എന്ന് ദൈവം മോശയോട് പറയുന്നു. Moses no way expected this to happen. ഇത് സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും മോശ ചിന്തിച്ചു പോലുമില്ല. He became shocked. അവൻ വല്ലാതെ സ്തംഭിച്ച് പരവശനായി തീർന്നു. He hid his face because he was afraid to see God. ദൈവത്തെ കാണുവാൻ തക്കവണ്ണം അവൻ കഴിയാതെ വണ്ണം ഭയചകിതനായി അവൻ മുഖം മൂടുകയാണ്. And now God says, I have seen the sufferings of my people, I have come down. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിനെ കഷ്ടത കണ്ടതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ മന്ദിയെ വന്നിരിക്കുകയാണ് എന്ന് ദൈവം മോശയോട് പറയുന്നു. You must go to Egypt, lead my people towards a broad land flowing with milk and honey. പാലും തേനും ഒഴുകുന്ന വിശാലമായ കനാൻ ദേശത്തേക്ക് എൻ്റെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം നീ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകണമെന്ന് ദൈവം മോശയോട് പറയുന്നു. I will send you to the Pharaoh that you will bring my people Israel out of Egypt. ഈജിപ്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നീ വിടുവിക്കണം എന്ന് ദൈവം മോശയോട് പറയുന്നു. It was a very decisive voice. ഇത് വളരെയധികം പ്രസക്തമായതും പ്രധാനപ്പെട്ടതുമായ ഒരു ശബ്ദമായിരുന്നു. And we want to read this story in different ways. ഈ വലിയ സംഭവത്തെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ വായിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. First, I want to say that for a long time God did not speak, and now he is interrupting his long silence. ദീർഘനാളുകൾ നിശബ്ദനായി തീർന്ന ദൈവം തൻ്റെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്നതായിട്ട് നാം ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. At least we know that God did not speak to the people of Israel for 400 years. 400 വർഷത്തിലധികം തൻ്റെ ജനത്തോട് ഈ ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയാതെ വന്നു എന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കുന്നു. God spoke to our father Abraham face to face. നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം മുഖാമുഖം സംഭാഷിക്കുന്നതും വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. God introduced himself to Isaac saying, I am the God of your father Abraham, and he spoke to Isaac. ഇസ്ഹാക്കിന് ദൈവം പ്രത്യക്ഷനായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാണ് എന്ന് ഇസ്ഹാക്കിനോടും ദൈവം സംഭാഷിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. God came to meet Jacob and said, Jacob, I am the God of your fathers Abraham and Isaac. യാക്കോബിന് ദൈവം പ്രത്യക്ഷനായി പറയുന്നുണ്ട്, നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമാണ് ഞാനെന്ന് ഈ ദൈവം പറയുന്നുണ്ട്. Of course, after Jacob, God reduced speaking to his people. യാക്കോബിന് ശേഷം തന്റെ ജനത്തോട് ദൈവം വളരെ കുറച്ച് മാത്രമേ സംഭാഷിക്കുന്നുള്ളൂ. Even though God was with Joseph, God did not speak to Joseph face to face. ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും മുഖാമുഖം അവനോട് സംഭാഷിക്കുന്നതായി നാം വായിക്കുന്നില്ല. God was reducing his speech by speaking to him through intermediaries like dreams. സ്വപ്നമെന്ന മാധ്യമങ്ങളിലൂടെയാണ് ദൈവം ജോസഫിനോട് സംസാരിക്കുന്നത്. After a long time, now God comes and speaks to Moses, Moses, Moses. വളരെ നാളുകൾക്ക് ശേഷം ദൈവം ഒരു വ്യക്തിയോട്, മോശയോട് മുഖാമുഖം സംഭാഷിക്കുകയാണ്, മോശയെ മോശയെ എന്ന് വിളിച്ചുകൊണ്ട്. In that sense, this is a very, very important text in the Bible for all of us. നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശദമായി പഠിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടതുമായ ഒരു വേദഭാഗമാണ്. And that day, sages claimed that when God was in the bush, so many people were passing that place.
ചില വിശുദ്ധന്മാർ പറയുന്നുണ്ട്, ഈ മുൾപടർപ്പ് കത്തിക്കൊണ്ടിരുന്ന സമയത്ത് പല ആളുകളും ആ വഴി കടന്നുപോയിട്ടുണ്ടാവാം. They saw this bush burning. അവരൊക്കെ ഈ മുൾപടർപ്പ് കത്തുന്നതായി കണ്ടിട്ടുണ്ടാവാം. But none of us had the interest to come and see this bush. പക്ഷേ അവർക്കാർക്കും തന്നെ ഈ മുൾപടർപ്പിന്റെ സമീപത്തേക്ക് വന്ന് ഇത് കാണുവാനുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. God was looking for one after another who would come and see this bush. ഈ വലിയ ദർശനം കാണുവാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരാരും ഈ ദർശനത്തിന്റെ അടുത്തേക്ക് വന്നില്ല. Finally, when Moses came, and when Moses turned to see this bush, God was overwhelmed and called him by name, Moses, Moses. ഈ കാഴ്ച കണ്ട് മുൾപടർപ്പിന് അടുത്തേക്ക് മോശ വരുന്നത് കണ്ട് ആവേശഭരിതനായി ദൈവം മോശയോട് പറയുകയാണ്, മോശേ മോശേ. They explained that the real miracle was not the bush burning, but it was Moses who turned to the bush. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. യഥാർത്ഥ അതിശയം എന്ന് പറയുന്നത് മുൾപടർപ്പ് കത്തുന്നതല്ല, മറിച്ച് മുൾപടർപ്പ് കത്തുന്നത് കണ്ട് അതിനെ അഭിമുഖീകരിക്കുന്ന, അതിനെ കാണുന്നവനായ മോശയാണ് അത്ഭുതം. My dear brothers and sisters, എൻ്റെ ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ, many times in our life നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളിൽ we miss those moments when God wants to speak to us. ദൈവം നമ്മോട് സംഭാഷിക്കുവാൻ ആഗ്രഹിച്ച പല അവസരങ്ങളും നാം നഷ്ടമാക്കിയിട്ടുണ്ട്. We never realized that those were occasions when God was waiting for us. നമുക്ക് വേണ്ടി ദൈവം കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു അതെന്ന് നാം ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. But when we turn to God in those moments, it turns out to be a miracle in our life. അത്തരം നിമിഷങ്ങളിൽ ദൈവത്തോട് നാം അഭിമുഖീകരിക്കുമ്പോൾ, മുഖാമുഖം കണ്ട് ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങളായി ആ നിമിഷങ്ങൾ സംഭവിക്കും, തീർച്ചയാണ്. The moment God called Moses, Moses had only one word to say, Hinani, here I am. മോശയെ മോശയെ എന്ന് ദൈവം മോശയെ വിളിക്കുമ്പോൾ മോശ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇതാ ഞാൻ ഇതാ എന്ന്. Moses was short of words, no words. മോശയ്ക്ക് പറയുവാൻ തക്കവണ്ണം മറ്റു വാക്കുകളില്ലായിരുന്നു. He became speechless. അവന് സംസാരിക്കുവാൻ കഴിയാതെ വണ്ണം സ്തംഭനായിപ്പോയി. It was a feeling of overflowing excessive joy. സന്തോഷത്തിന്റെ അതിരേകത്താൽ അവന് സംസാരിക്കാൻ കഴിയാതെ വരികയാണ്. He was breathless. അവന് ശ്വാസം പോലും എടുക്കുവാൻ കഴിയാതെ വണ്ണം അവൻ ഭയപരവശനായിത്തീരുന്നു. He gasped. He was not able to breathe. അവന് ശ്വാസം എടുക്കുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അവൻ സ്തംഭനായി പോവുകയാണ്. And it was an interruption in the life of Moses to grab his attention. മോശയുടെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ തന്നെയായിരുന്നു ഈ സംഭവം. This particular burning bush event completely shattered the horizons of Moses' life. മോശയുടെ ജീവിതത്തെ ആകമാനം തകിടം മറിച്ച ഒരു വലിയ ദർശനമായിരുന്നു ഈ മുൾപടർപ്പിൻ്റെ കത്തുന്ന ദർശനം. We know that tomorrow Moses will be a different person. നമുക്കറിയാം, നാളെ മോശ ഒരു പുതിയ ആളത്വമായി രൂപാന്തരപ്പെടുകയാണ്. Moses can never be the same after this burning bush. ഈ വലിയ ദർശനത്തിന് ശേഷം ഇന്നലത്തേതുപോലെ മോശയ്ക്ക് നാളെയാകുവാൻ കഴിയുകയില്ല. അവൻ തീർത്തും വ്യത്യസ്തനാവും. And Israel will never be the same after this moment. ഈ വലിയ ദർശനത്തിന് ശേഷം ഇസ്രായേൽ ഇന്നലത്തേതുപോലെ ആവുകയില്ല. അവർ വളരെ വ്യത്യസ്തമായി തീരും. അവർ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കാൽ വെച്ച് നടക്കും. For us Christians, the church, we will never be the same after this moment. ദൈവത്തോടുള്ള അഭിമുഖീകരണത്തിന് ശേഷം സഭ, നാം തിരിച്ചറിയേണ്ടത്, ദൈവാഭിമുഖീകരണത്തിന് ശേഷം സഭയ്ക്ക് വലിയ രൂപാന്തരം സംഭവിക്കും. In each of our lives there are some moments which shatters our horizons. നമ്മളുടെ ചക്രവാളങ്ങളെ, ജീവിതത്തിന്റെ ചക്രവാളങ്ങളെ, സീമകളെ മുഴുവൻ തകിടം മറിക്കുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. It may be ordinary events, happenings, words, conversations, sometimes unexpected, many times unplanned, but they make our life different. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭാഷണങ്ങളാവാം, അടയാളങ്ങളാവാം, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ചില വർത്തമാനങ്ങളാവാം, അതൊക്കെ നമ്മുടെ ജീവിതത്തെ ആകമാനം തകിടം മറിക്കുവാൻ സാധ്യതയുണ്ട്. When such things happen, even we do not have the time to wait to share with someone.
നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരല്പം സമയമെടുത്ത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് മറ്റൊരാളോട് പങ്കിടുവാൻ പോലും പലപ്പോഴും അതിനുള്ള ക്ഷമ പോലും നാം കാണിക്കാറില്ല. We say that even in the wildest of my dreams, I never expected that this was going to happen. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിലും ഇങ്ങനെ ഒരു ദർശനമുണ്ടാകും, സ്വപ്നമുണ്ടാകും, സംഭവമുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും മോശ പ്രതീക്ഷിച്ചിരുന്നില്ല. Even when it has happened, we keep on saying, no, it was impossible, it could not have happened. ഒരുപക്ഷെ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ പോലും നാം വിശ്വസിക്കാതെ അത് അസംഭവ്യമാണ്, അങ്ങനെ സംഭവിക്കുവാൻ വഴിയില്ല എന്ന് പറഞ്ഞും നാം ഒഴിവുകൾ പറയാറുണ്ട്. And in all such situations, we do not know what is the meaning of that event. ഇത്തരം സംഭവങ്ങളുടെ അർത്ഥം പോലും വിശകലനം ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് പലപ്പോഴും കഴിയാതെ പോകാറുണ്ട്. God alone knows what He has for us. എന്നാൽ ദൈവത്തിന് മാത്രമേ തൻ്റെ പദ്ധതി നമ്മളിലൂടെ നടപ്പിലാക്കുവാൻ പോകുന്നത് എന്ത് എന്ന് ദൈവത്തിന് മാത്രമേ അത് അറിയുകയുള്ളൂ. When Jesus was in this world, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ He was mentioning, did you know that the tower of Siloam fell? നിങ്ങൾ നിനവയിലെ ഗോപുരം തകർന്നു വീണത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. And some people died. അവിടെ ചില ആളുകൾ മരിച്ച ചരിത്രം നമ്മുടെ കർത്താവ് പരാമർശിക്കുന്നുണ്ട്. Some Galileans had to shed blood in the hands of Pilate. പീലാത്തോസിന്റെ കൈകളാൽ ചില ഗലീലക്കാരുടെ രക്തം ഒഴിക്കേണ്ടി വന്നതിന്റെ ചരിത്രം നമ്മുടെ കർത്താവ് പരാമർശിക്കുന്നുണ്ട്. God did not do that. നമ്മുടെ ദൈവം അല്ല അതൊന്നും ചെയ്യുന്നത്. But God wanted us to see something through those events. അത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ തിരിച്ചറിയണം, വിവേചിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. There was a fig tree which did not produce fruit. ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. But we only know that God wanted us to know something through that tree. ആ ഫലം കായ്ക്കാത്ത അത്തിയിലൂടെയും ചില തിരിച്ചറിവുകൾ ഉണ്ടാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. In that way, in our daily events, in the ordinary happenings, if we are sensitive to God's call, then we will be able to discover something coming through that. ദൈവത്തിൻ്റെ വിളിയോട് നാം വളരെയധികം അനുകൂലമായി പ്രതികരിക്കുകയും സാധാരണമായ ഇത്തരം സംഭവങ്ങളിലൂടെ ദൈവം നമ്മളോട് ഇടപെടുമെന്ന് തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധമായി നാം ഉപയോഗിക്കപ്പെടുക. Moses was only keeping his flocks. മോശ ഇവിടെ ചെയ്യുന്നത് തൻ്റെ ആടുകളെ മേയ്ക്കുക മാത്രമാണ്. It was marriage, parenting, work, friendship, and for us sometimes office, field, church, politics, but through this burning bush may happen. ഒരുപക്ഷെ നമ്മുടെ സാധാരണ ജീവിതങ്ങളിലൂടെ വിവാഹത്തിലും നമ്മുടെ അപ്പൻ അമ്മ എന്നുള്ള നിലയിലെ ഉത്തരവാദിത്വങ്ങളിലും നമ്മുടെ ഔദ്യോഗിക നിർവഹണത്തിലും നമ്മുടെ കാർഷിക ഇടങ്ങളിലും നമ്മുടെ ഓഫീസുകളിലുമൊക്കെയുള്ള സാധാരണ സംഭവങ്ങളിലൂടെ ദൈവം ഇടപെടുവാൻ സാധ്യതയുണ്ട്. Sometimes in a tragedy like the Siloam Tower in our life, we may see burning bush. ശിലോഹാം ടവർ ഗോപുരം വീണതുപോലെയുള്ള സംഭവങ്ങളിലൂടെയും അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കത്തുന്ന മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങളായി തീരുവാൻ സാധ്യതയുണ്ട്. Sometimes in the disappointments like the fig tree, we can see this burning bush. ഒരുപക്ഷേ ഈ കായ്ക്കാത്ത അത്തിവൃക്ഷത്തിന്റെ നിരാശാജനകമായ അനുഭവത്തിലൂടെയും ഒരുപക്ഷേ ദൈവിക ദർശനം നമുക്ക് കാണുവാൻ സാധ്യതയുണ്ട്. But through these things, God interrupts. ഇത്തരം സംഭവങ്ങളിലൂടെ ദൈവം നിശ്ചയമായും ഇടപെടുകയാണ് എന്ന് നാം തിരിച്ചറിയണം. God disrupts. ദൈവം തമ്പുരാൻ നമ്മെ ശല്യപ്പെടുത്തുക തന്നെയാണ്. God erupts in our life. ദൈവം തമ്പുരാൻ നമ്മുടെ ഇടയിൽ ഇങ്ങനെ മുളച്ച് പൊന്തുകയാണ്. And now we have to see what will be the right response when God meets us in the burning bush. ഇത്തരത്തിലുള്ള കത്തുന്ന മുൾപ്പടർപ്പ് പോലെയുള്ള അനുഭവങ്ങളിൽ ദൈവം നമ്മെ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണമെന്ന് നാം എപ്പോഴും അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. And when God says to Moses that you must go to Egypt, you must go to the Pharaoh, Moses has no clue what comes out of that. ദൈവം മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനത്തെ വിടുവിക്കുവാനായി നീ മിസ്രൈമിലേക്ക് പോകണം, അവിടെയുള്ള ചക്രവർത്തിയായ ഫറവോനെ കാണണം. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച് മോശയ്ക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. Moses tries to free himself from this call. ഈ വിളിയോട് നിഷേധാത്മകമായി അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം മോശ ശ്രമിക്കുന്നുമുണ്ട്. And God wants to strengthen his faith.
പക്ഷേ മോശയുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ അരക്കിട്ടുറപ്പിക്കുവാൻ ദൈവം ശ്രമിക്കുന്നുണ്ട്. So God gives a sign to Moses. ദൈവം തമ്പുരാൻ മോശയ്ക്ക് ചില അടയാളങ്ങളിലൂടെ വിശ്വാസം അവനെ ഉറപ്പിക്കുകയാണ്. This is what God teaches us today. ഇതാണ് ദൈവം തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. When there are burning bush in our life, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കനൽ അനുഭവങ്ങൾ, മുൾപ്പടർപ്പിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, when we are chosen for a different life, വ്യത്യസ്തമായ ഒരു ജീവിതത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, when we are called to be a God's witness, ദൈവത്തിന്റെ സാക്ഷിയായി നാം വിളിക്കപ്പെടുമ്പോൾ, and when we stumble for such a big call, ഇത്തരത്തിലുള്ള വലിയ വിളിയോട് പ്രതികരിക്കുമ്പോൾ, when we feel that we cannot speak properly, ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് നന്നായി സംസാരിക്കുവാൻ കഴിയത്തില്ല എന്ന് ചിലപ്പോഴെങ്കിലും നാം പറയുമ്പോൾ, has not God given signs in your life? പലപ്പോഴും അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളിലും ദൈവം തമ്പുരാൻ നമുക്ക് ചില അടയാളങ്ങൾ, ചില പ്രതീകങ്ങൾ, ദർശനങ്ങൾ നൽകാറുണ്ട്. That day God assured Moses. ആ ദിവസം ദൈവം മോശയ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തു. Moses, you will see one day that you will free the people from Egypt and you will lead them right to this hill in Horeb. ഈ മോശയോട് ദൈവം പറയുകയാണ്, നീ ഒരിക്കൽ എൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും. ആ യാത്ര ഹോരേബ് എന്ന് പറയുന്ന ഈ മലയിൽ നിന്ന് ആരംഭിക്കുകയാണ്. That is the only sign Moses will move forward. മോശയെ മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്ന അടയാളം അതുമാത്രമാണ്. Nothing can hold back Moses hereafter from this mission. ഈ വലിയ ദൗത്യത്തിൽ നിന്ന് മോശയെ പിന്തിരിപ്പിക്കുവാൻ മറ്റൊന്നിനും സാധിക്കുന്നില്ല. Until he stands with his people on this Horeb, Moses will be in action. ഈ മോശ ഈ ഹോരേബിൽ നിൽക്കുന്ന നിമിഷം മുതൽ തന്നെ മോശ പ്രവർത്തന സജ്ജനാവുകയാണ്. Not only for Moses, for all future generations, Horeb will be a place to remember. ഈ ജനതതി മുഴുവൻ തന്നെ മോശയ്ക്ക് മാത്രമല്ല, വരുവാനുള്ള തലമുറ മുഴുവനും ഓർക്കുവാൻ തക്കവണ്ണം മോശ ഒരു വലിയ അടയാളമായി, ഒരു സ്ഥാനമായി മാറുകയാണ്. When the great prophet Elijah was afraid of the queen Jezebel, പ്രവാചകനായിട്ടുള്ള എലീശ ഇസബേൽ രാജ്ഞിയെ ഭയപ്പെടുമ്പോൾ, when the queen fixed a money for the head of prophet Elijah, പ്രവാചകനായ എലൈജയുടെ തലയ്ക്ക് രാജ്ഞി വില പറയുമ്പോൾ, when Elijah felt that the whole people of Israel has knelt for Baal, ദൈവം എലീശയെ ബലപ്പെടുത്തുന്നുണ്ട്, അതിലൂടെ ഇടപെടുന്നുണ്ട്. Elijah is running out of Israel. ഈ എലീശ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഓടിപ്പോകുന്നത് നാം വായിക്കുന്നു. And again God summons him to this same Horeb. ഈ ഹോരേബിലേക്ക് തിരിച്ചു വിളിക്കുന്നതായും നാം വായിക്കുന്നുണ്ട്. God speaks to Elijah in this Horeb. എലൈജയോട് ദൈവം ഈ ഹോരേബിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. God gives new signs to Elijah in Horeb. ഹോരേബിൽ പുതിയ ചില അടയാളങ്ങൾ ദൈവം എലൈജയ്ക്ക് നൽകുന്നുണ്ട്. You will appoint a new prophet Elisha in your place. നിന്റെ കാലത്തിനു ശേഷം എലിശ എന്ന് പറയുന്ന പ്രവാചകനെ നീ നിയമിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. You must anoint Jehu as the king of Israel. ഇസ്രായേലിന്റെ രാജാവായി യഹൂദയെ നീ സ്ഥാനാഭിഷേകം ചെയ്യുമെന്ന് ദൈവം പറയുന്നുണ്ട്. You must anoint Hazael for the kingdom of Syria. സിറിയയുടെ രാജാവിനെയും നീ അഭിഷേകം ചെയ്യുമെന്ന് ദൈവം പറയുന്നുണ്ട്. Go back, Elijah. നീ മടങ്ങിപ്പോവുക എന്ന് ദൈവം പറയുന്നു. Signs given to Elijah. ചില അടയാളങ്ങൾ ദൈവം എലൈജയ്ക്ക് നൽകുകയാണ്. Maybe Transfiguration Mount. ചിലപ്പോൾ രൂപാന്തരപ്പെടുത്തലിന്റെ മറുരൂപ മലയുടെ അനുഭവങ്ങളാവാം. They do not specifically say this is Horeb. ഒരുപക്ഷെ ഇത് ഹോരേബ് എന്ന് പ്രത്യേകമായി എടുത്ത് പറയപ്പെടുകയുണ്ടാവുകയില്ല. When Jesus was little bit contemplating what he should be in future, ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഭാവി പരിപാടിയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, Moses of the Horeb comes to speak to Jesus. യേശു ക്രിസ്തുവിന്റെ ജീവിത അനുഭവത്തിലും ഇത്തരത്തിലുള്ളൊരു ഹോരേബ് അനുഭവം ഉണ്ടാകുന്നതായി നാം വായിക്കുന്നുണ്ട്. Elijah of the Horeb comes to speak to Jesus. മറുരൂപ പെരുന്നാളിന്റെ മലയുടെ അനുഭവത്തിലും നാം വായിക്കുന്നുണ്ട്, എലീജ നമ്മുടെ കർത്താവിനോട് സംസാരിക്കുന്നതായി നാം വായിക്കുന്നു. And Jesus receives a new sign in that mountain.
ആ വലിയ പർവ്വതത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന് ഒരു പുതിയ അടയാളം ദർശനം ലഭിക്കുകയാണ്. That was a sign for humanity. മനുഷ്യത്വത്തിന്റെ മാനവരാശിക്ക് വേണ്ടിയുള്ള ഒരു പുതിയ അടയാളമാണ് അവിടെ ലഭിക്കുന്നത്. From that moment, the speech of Jesus looks different. അതിനുശേഷം നമ്മുടെ കർത്താവിന്റെ പ്രഭാഷണങ്ങളും ഇടപെടലുകളും വ്യത്യസ്തമാവുന്നതായി നാം കാണുന്നുണ്ട്. Disciples are shocked. നമ്മുടെ ശിഷ്യന്മാർ അതിശയിച്ചു പോകുന്നു. Peter says, "No, Lord, it is not good for us. No cross." അതുകൊണ്ട് അവിടെ ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. നമുക്ക് കുരിശിന്റെ വഴി നല്ലതല്ല, അത് കഷ്ടതയുടെ വഴിയാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. But that is the sign God has given to Jesus. നമ്മുടെ കർത്താവിന് നൽകിയ ഒരു വലിയ അടയാളം തന്നെയായിരുന്നു അത്. Coming back to the story, ഈ സംഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. it started out as a normal day. ഒരുപക്ഷെ ഒരു സാധാരണ ദിവസമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. Like most of his days in that 40 years life in Midian. മിദ്യാനിലെ 40 സംവത്സരങ്ങളിലെ ഓരോ ദിവസം പോലെയുള്ള ഒരു സാധാരണ ദിവസമായിട്ടാണ് ഈ ദിവസവും ആരംഭിക്കുന്നത്. That day morning when he rose up, he did not know that he was going to meet that mighty God. പ്രഭാതത്തിൽ അവൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല സർവശക്തനായ ദൈവത്തെ കാണുവാൻ അവൻ ഇടയാകുമെന്ന് അവൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. Moses was a humble shepherd. അവൻ വളരെ ലളിതവാനായിട്ടുള്ള ഒരു സാധാരണക്കാരനായ ഒരു ആട്ടിടയനായിരുന്നു മോശ. There was no greatness in Moses. അവന്റെ ജീവിതത്തിൽ പുകഴുവാൻ തക്കവണ്ണം യാതൊന്നും ഉണ്ടായിരുന്നില്ല. After this incident, ഈ സംഭവത്തിന് ശേഷം Moses emerges as the tallest leader in humanity. മാനവരാശി കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ഔന്നത്യമുള്ള ഒരു വ്യക്തിയായി മോശ മാറുന്നു എന്ന് നാം വായിക്കുന്നു. What made that difference? ആ വലിയ വ്യത്യാസം എന്തുകൊണ്ടാണ് സംഭവിച്ചത്? That God who was in that bush, he makes the big difference. ആ കത്തുന്ന മുൾപ്പടർപ്പിലൂടെ വെളിപ്പെട്ട ദൈവം മോശയുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുകയാണ്. Is not that God standing here with us? നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ആ ദൈവം ഇന്ന് ഈ പന്തലിന് കീഴിൽ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? Do you not listen to that voice coming to us now? അന്ന് മോശ കേട്ട അതേ ശബ്ദം ഇവിടെ മുഴങ്ങുന്നതായി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? That ordinary day can become an extraordinary day like Moses. മോശയുടെ ജീവിതത്തിലെ ഒരു സാധാരണ ദിവസം ഒരു അസാധാരണ സംഭവത്തിനും അസാധാരണ ദിവസത്തിനും വഴിമാറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. An ordinary person can become a person like Moses. ഒരു മോശയെ പോലെ വലിയ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയായി ഏതൊരു സാധാരണക്കാരനും ഇങ്ങനെ ഒരു സംഭവത്തിലൂടെ മാറുവാൻ കഴിയും. An ordinary gathering, a church can become an extraordinary gathering for this world. സഭയുടെ ഒരു സാധാരണ കൂടിവരവിന് പോലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അസാധാരണ കൂട്ടങ്ങളായി മാറുവാൻ കരുത്തുണ്ട്. This God will always be a life turner. നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്ന വലിയവനായ ദൈവമാണ് നമ്മളുടെ ദൈവം.